நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ തിരുവമ്മാനെ പാട്ടിലെ അടുത്ത ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിണ്ണാളും ദേവർക്കും മേലായ വേദജ്ഞൻ, മണ്ണാളും മന്നർക്കും ശ്രേഷ്ഠനായിടുന്നോൻ, കുളിരേലും തമിഴ്മൊഴി നമ്മൾ കേടുന്നോൻ, വളമാർന്ന പാണ്ഡിനാട്ടരജനായി മേവുന്നോൻ, മാതിന് മെയ് പകുത്തു നൽകിയവൻ, പെരുന്തുറ കുടികൊണ്ട് വാണിയിടുന്നവൻ, അഴകഴും കഴൽ കാട്ടി നായത്തോരെന്നെയും അടിമയായി കൈക്കൊണ്ടാൻ അരുണാചലേശനെ അമ്മാന പാട്ടുകൾ പാടി വാഴ്ത്തേണം. അരുണാചലേശ്വരനായ ഭഗവാനെ അമ്മാന പാട്ടുകൾ പാടി ഞാനിതാ വാഴ്ത്തുന്നു. എങ്ങനെയുള്ള ശിവഭഗവാനാണ്? വിണ്ണാളും ദേവർക്കും മേലായ വേദജ്ഞൻ, ദേവന്മാരുടെ ദേവനായ, ദേവന്മാർക്കും അധിപനായ, വേദജ്ഞനായ, എല്ലാ വേദങ്ങളുടെയും ആഗമസ്ഥാനമായ ശിവഭഗവാൻ. അപ്പോൾ ശിവഭഗവാൻ എല്ലാ വേദങ്ങളെയും ഉണ്ടാക്കിയവനാണ്. വേദങ്ങളും ആഗമങ്ങളുമെല്ലാം ശിവൻ്റെ തിരുവായിൽ നിന്നാണ് ബഹിർഗമിച്ചത്. അപ്പോൾ എല്ലാ അറിവിൻ്റെയും അറിവായ, എല്ലാ വേദങ്ങളുടെയും വേദങ്ങളായ അല്ലയോ ഭഗവാൻ ശിവൻ, അവിടുത്തെ ഞാൻ നമിക്കുന്നു. മണ്ണാളും മന്നർക്ക് ശ്രേഷ്ഠവനായിട്ടുള്ളവൻ, മണ്ണാളും ഭൂമിയിലെ രാജാക്കന്മാരുടെ രാജാവാണ് ശിവഭഗവാൻ. അപ്പോൾ രാജാക്കന്മാരുടെ രാജാവായ, രാജാതിരാജനായ ശിവഭഗവാനെ ഞാനിതാ അമ്മാന പാട്ടുപാടി സ്തുതിക്കുന്നു. കുളിരേലും തമിഴ്മൊഴി നമ്മൾക്ക് കീടുന്നോൻ, തമിഴ് മൊഴി നമ്മൾക്ക് നൽകിയത് ഭഗവാൻ ശിവനാണ്. ശിവൻ്റെ ഡമരുവിൽ നിന്നാണ് തമിഴ് ഭാഷ ജനിച്ചത് എന്നാണ് സങ്കല്പം. അപ്പോൾ ശിവനിൽ നിന്നാണ് ആദിമ ഭാഷയായ തമിഴ് ഉണ്ടായി വന്നത്. അപ്പോൾ തമിഴ് ശരിക്കും ശിവമൊഴിയാണ്, ശിവനിർമ്മിതമാണ്. അപ്പോൾ തമിഴ് അക്ഷരമല്ല, തമിഴ് ഭാഷ, ഇതെല്ലാം ശിവൻ്റെ അരുളിൽ നിന്ന് ഉണ്ടായതാണ്. ശിവാനുഗ്രഹത്താൽ ശിവൻ്റെ തിരുവായിൽ നിന്ന് മൊഴിഞ്ഞതാണ് ഈ തമിഴ് അക്ഷരമാല തന്നെ. അതുതന്നെയാണ് മലയാളത്തിൽ ഉണ്ടായിരുന്നത്. 51 അക്ഷരങ്ങൾ ഈ ശിവമൊഴിയാണ്. അപ്പോൾ ആ 51 അക്ഷരങ്ങളും ശിവൻ്റെ ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതിലെ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും എല്ലാം തന്നെ ശിവൻ്റെ പ്രാണവായുക്കളാണ്. അങ്ങനെ ഒരു സങ്കല്പം കൂടിയുണ്ട്. ഈ അക്ഷരങ്ങളെല്ലാം, സ്വരങ്ങളും വ്യഞ്ജനങ്ങളും എല്ലാം തന്നെ ശിവൻ്റെ ശരീരവും ശിവൻ്റെ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ തമിഴ് ഭാഷ എന്നുള്ളത് ശിവൻ്റെ ഹൃദയമാണ്, ശിവഹൃദയമായ തമിഴാണ്. അതുകൊണ്ടാണ് തമിഴിലെ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ശിവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ഈ തിരുവാചകത്തിലെ ഒറിജിനൽ തമിഴ് തന്നെയാണ് നാം പഠിക്കേണ്ടത്. കാരണം ആ ഒറിജിനൽ തമിഴ് ഉച്ചരിക്കുമ്പോൾ തന്നെ ശിവൻ പ്രീതിപ്പെടുന്നു. കാരണം ഈ അക്ഷരങ്ങൾക്കെല്ലാം തന്നെ ശിവൻ്റെ ശരീരവുമായിട്ടും ശിവൻ്റെ മനസ്സുമായിട്ടും ഗാഢമായ ബന്ധമുണ്ട്. അപ്പോൾ തിരുവാചകത്തിലെ ഓരോ അക്ഷരവും നാം ഉച്ചരിക്കുമ്പോൾ അത് ശിവൻ്റെ മഹാപൂജയാണ്. ശിവനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള ഒരു മന്ത്രസാധന കൂടിയാണ് തിരുവാചകം. പക്ഷേ നമ്മൾ മലയാളത്തിലേക്ക് അത് മൊഴിമാറ്റം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ദിവ്യത, എന്താ പറയുക, അതിൻ്റെ ആ തമിഴ് ദിവ്യമായ അവസ്ഥ
നഷ്ടപ്പെട്ടു. മലയാളത്തിന് അത്രയും നമുക്കൊരു ഒട്ടും അവകാശപ്പെടാനാവില്ല. എങ്കിലും തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് കുറേയെങ്കിലും ഈ തർജ്ജമയിൽ തിരുവാചകത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു ചെറിയ അംശം നമുക്ക് കാണാൻ കഴിയും. വളമാർന്ന പാണ്ഡിനാട്ടരജൻ മേവുന്നവൻ. പാണ്ഡിനാട്ടിൻ്റെ രാജാവാണ്. പാണ്ഡിനാട് മുഴുവനും കാത്തു രക്ഷിക്കുന്ന രക്ഷകനാണ് ശിവൻ. അപ്പോൾ പാണ്ഡിനാട്ടിനെയും തെന്നാട്ടിനെയും പൂർണ്ണമായും രക്ഷിക്കുന്ന രക്ഷകനാണ്. പിന്നെ നോക്കൂ, മാതിന് മെയ് പകർന്നു നൽകിയവൻ. പാർവതീദേവിക്ക് പാതി മെയ്യ് പകർന്നു നൽകിയവനാണ് ശിവൻ. പെരുന്തുറ കുടികൊണ്ടിടുന്നവൻ. പെരുന്തുറയിലെ ശിവക്ഷേത്രത്തിൽ വാണരുളുന്ന ശിവഭഗവാൻ. അഴകിഴും കഴൽ കാട്ടി നായത്തോരെന്നെ അടിമയാക്കിക്കൊണ്ടോൻ അരുണാചലേശൻ. അരുണാചലേശനായ ശിവൻ എന്നെ അടിമയാക്കി. എങ്ങനെയുള്ള ഞാൻ? നിസ്സാരനായ ഞാൻ. ആ നിസ്സാരനായ എന്നെപ്പോലും അരുണാചലേശ്വരൻ അടിമയാക്കി സ്വീകരിച്ചു, അടിമയായി അംഗീകരിച്ചു. അതൊരു വലിയൊരു ബഹുമതിയാണ്. കാരണം ഇത്രയേറെ നിസ്സാരനായ തന്നെ പോലും ശിവഭഗവാൻ അടിമയായിട്ട് സ്വീകരിച്ചുവെങ്കിൽ ഈ പറയുന്ന എന്നെയും ഇത് കേൾക്കുന്ന നിങ്ങളെയും എല്ലാം തന്നെ ശിവൻ അടിമയായി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പാണ്. ശിവൻ്റെ അടിമയായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് യാതൊരു ബാധ്യതയുമില്ല, യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. പിന്നെ എല്ലാം ശിവൻ്റെ ആ അധീനതയിലാണ് എല്ലാം നടക്കുന്നത്. അതാണ് ഈ അടിമയായാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ശിവൻ്റെ അടിമയായിട്ട് നാം സ്വയം സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നതല്ല, പിന്നെ ശിവൻ ചെയ്യുന്നതാണ്. പറയുന്ന വാക്ക്, ശിവൻ പറയുന്ന വാക്കുകൾ നമ്മളെക്കൊണ്ട് പറയിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ശിവൻ നമ്മളെക്കൊണ്ട് പറയിക്കും, നമ്മളെക്കൊണ്ട് ചെയ്യിക്കും, നമ്മൾക്ക് ശിവൻ്റെ കാഴ്ച കാണാൻ കഴിയുന്നു. അങ്ങനെ എല്ലാം ശിവമയമായി മാറും. സർവവും ശിവമയമായി മാറുന്ന അവസ്ഥ. പിന്നെ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, എല്ലാം ശിവൻ നോക്കിക്കൊള്ളും. എന്തൊരു അനുഗ്രഹമാണെന്ന് നോക്കൂ. ഈ ആധുനിക കാലത്ത് 100,000 മാനസിക സംഘർഷങ്ങളിൽപ്പെട്ട്, രോഗങ്ങളിൽപ്പെട്ട്, ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് കഴിയുന്നവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ദുരിതമനുഭവിച്ച് കത്തി നീറിക്കൊണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ വാക്കുകൾ. അതായത് നാം ശിവൻ്റെ അടിമയായിട്ട് സ്വയം സമർപ്പിക്കുക. അല്ലയോ ഭഗവാൻ, ഞാൻ അങ്ങയുടെ അടിമയാണ് ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ. ഇനി എൻ്റെ മുഴുവൻ ചുമതലയും അങ്ങാണ് നോക്കേണ്ടത്. ഇതാണ് രമണ മഹർഷി 16-ാമത്തെ വയസ്സിൽ അരുണാചലേശ്വരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞതും. അപ്പാ, നിൻ്റെ ആജ്ഞയാൽ ഞാൻ വന്നിരിക്കുന്നു, ഇനി മുഴുവനും നിൻ്റെ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇനി നീയാണ് എന്നെക്കൊണ്ടെല്ലാം ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരുണാചല ശിവനെ കെട്ടിപ്പിടിച്ച് പറയുന്നത്. അപ്പാ, ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു നിൻ്റെ ആജ്ഞയാൽ. ഇത് കേൾക്കാൻ ഭാഗ്യമുള്ളവരും ശിവൻ്റെ ആജ്ഞ കൊണ്ട് മാത്രമാണ് കേൾക്കുന്നത്. മറ്റാർക്കും ഇത് കേൾക്കാൻ കഴിയില്ല. ശിവൻ്റെ ആജ്ഞ, ശിവൻ്റെ അനുഗ്രഹം, ശിവൻ്റെ അരുൾ ആർക്കാണോ ഉള്ളത് അവർ മാത്രമേ ഈ ശിവമൊഴി കേൾക്കുള്ളൂ. അല്ലാത്തവരാരും തന്നെ ഈ ശിവമൊഴി കേൾക്കില്ല. അപ്പോൾ ഇത് കേൾക്കുന്നവർ, ഇത് പറയുന്നവർ എല്ലാവരും തന്നെ ശിവൻ്റെ അടിമകളാണ്. ശിവൻ്റെ അടിമകളായി കഴിഞ്ഞാൽ പിന്നെ വളരെ ലളിതമാണ് നമ്മുടെ ജീവിതം, വളരെ എളുപ്പമാണ്. പിന്നെ പ്രശ്നങ്ങളില്ല, പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ദിവസവും ഓരോ നിമിഷവും ശിവ സാന്നിധ്യത്തിൽ അങ്ങനെ വളരെ ആനന്ദത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. തിരുവാചകം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം, തിരുവാചകം ആരാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത്, ആരാണോ അതിനെക്കുറിച്ച് പറയുന്നത്, അതോടെ പിന്നെ നമ്മുടെ ജീവിതം മുഴുവൻ ഒരു മാറ്റത്തിന് വിധേയമാവുകയാണ്. പിന്നെ നാം ശിവൻ്റെ അടിമയായി തീരുക. അങ്ങനെ ഒരു പ്രതിജ്ഞ കൂടി എടുക്കുക. ഞാൻ ഈ നിമിഷം മുതൽ ശിവൻ്റെ അടിമയാണ്. ഇനി എൻ്റെ പിതാവും മാതാവുമെല്ലാം അങ്ങാണ്. അങ്ങ് എനിക്ക് വേണ്ടതെല്ലാം ചെയ്യുക, എന്നെക്കൊണ്ട് ചെയ്യിക്കുക, എന്നെക്കൊണ്ട് പറയിപ്പിക്കുക. ഇതാണ് ഒരു ശിവൻ്റെ അടിമ
യുടെ മനോഭാവം. ആ വരികൾ, ആ ധ്വനികളാണ് ഇവിടെ മാണിക്യവാചകർ നമുക്ക് പറഞ്ഞു തരുന്നത്. ചെപ്പുമുലയാൾക്ക് മെയ്പാത്ത് കൊടുത്തവൻ, ചേലുറ്റ പെരുന്തുറയിൽ മേവിടുന്നോൻ, തെറ്റാത്ത ചേവടി ചേരുന്നോർ നെഞ്ചുരുക്കിടുവാൻ പോന്നവൻ, പാണ്ടിനാടെ ശിവലോകമാക്കിയോൻ, ചിടയിൽ ആറുള്ളവൻ, ചേവടി ചേരുന്നോർ ഉള്ളിനുള്ളും, അപ്പുറത്തുമപ്പുറത്ത് ഇരിപ്പോനെ, അമ്മാനപ്പാട്ടിനാൽ പാടി വാഴ്ത്തിയിടാൻ ഞാൻ. അമ്മാനപ്പാട്ട് പാടി അല്ലയോ ഭഗവാൻ ശിവൻ ഞാനിതാ വാഴ്ത്തുന്നു. ചെപ്പുമുലയാൾക്ക്, സുന്ദരിയായ പാർവതീദേവിക്ക് പാതിമയെ പകർത്ത് കൊടുത്തവൻ. ഓരോ പാടലിലും ഇത് തന്നെ പറയുന്നുണ്ട്. ശിവൻ പാർവതീദേവിക്ക് പാതിമയെ കൊടുത്തവനാണ് എന്ന് ആവർത്തിച്ച് ഓരോ പാടലിലും വരുന്നുണ്ട്. പിന്നെ തെറ്റാതെ ചേവടി ചേരുന്നവർ, ഒരു തരത്തിലും ശിവമാർഗം തെറ്റാതെ സഞ്ചരിച്ച് ശിവൻ്റെ പാദങ്ങളിൽ എത്തിച്ചേരുന്നവർ, നെഞ്ചുരുക്കിയിടുവാൻ പോകുന്നവൻ, നമ്മുടെ നെഞ്ചിനെ ഭക്തി കൊണ്ട് ആദരമാക്കുന്നവനാണ് ശിവൻ. അപ്പോൾ ശിവൻ്റെ സ്മരണ തന്നെ നമ്മുടെ നെഞ്ചിനെ ഭക്തി കൊണ്ട് ആദരമാക്കുന്നു. വെണ്ണ പോലെ ഉരുകുന്ന ഒരവസ്ഥ നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്നു. പാണ്ടിനാടേ ശിവലോകമാക്കിയവൻ, പാണ്ടിനാടിനെ ശിവലോകമാക്കി മാറ്റിയവൻ. അപ്പോൾ ശിവരാജ്യമാണ് നമ്മുടെ രാജ്യം, ശിവൻ്റെ ലോകമാണ് പാണ്ടിനാട്. പിന്നെ ചിടയിൽ ആറുള്ളവൻ, ഗംഗയെ ധരിച്ചവൻ, അപ്പുറത്തപ്പുറത്തായിരിപ്പോൻ, എല്ലാത്തിൻ്റെയും അപ്പുറത്തപ്പുറത്തായത്, അത്യുന്നതങ്ങളിൽ വിലസുന്ന രാജാധിരാജനായ ശിവൻ. അങ്ങനെയുള്ള ശിവനെ അമ്മാനപ്പാട്ട് പാടി ഞാനിതാ വാഴ്ത്തുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പുറത്തപ്പുറത്തായി ഇരിപ്പോനെ അമ്മാനപ്പാട്ടിനാൽ പാടി വാഴ്ത്താം. ഓം ശിവായ നമഃ.